2017 സൈമ ഫിലിം അവാർഡ്സ് ഞാൻ രഞ്ജിനി ഹരിദാസും കൂടെ 2017 രഞ്ജിനി ഹരിദാസും കൂടെ അത് ചെയ്തു. പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ് മഴവിൽ മനോരമയിൽ ഉഗ്രം ഉജ്ജ്വലം സീസൺ 1 ആയിരുന്നു. ഞാനും രജിഷ വിജയനും കൂടെ ടുവേർഡ്സ് ദ എൻഡ് ഞാൻ ലാസ്റ്റ് മാറിയത് ഇന്ന്. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ആങ്കറിങ് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ വീട്ടിലും പറഞ്ഞു നീ കുഴപ്പമില്ലാതെ അഭിനയിക്കും, പക്ഷേ ഈ ആങ്കറിങ് ചെയ്ത് അതിൻ്റെ പേരും കൂടെ കളയണ്ട. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്നെ എന്തിലേക്ക് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഫയർ ഉണ്ടാവും. അപ്പോൾ തിരിച്ച് ഞാൻ അതിലേക്ക് ഒരു കംബാക്ക് ഉണ്ടാവും. അങ്ങനെ രണ്ടാമത് ഞാൻ വരുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഏഷ്യാനെറ്റിൽ നമ്മുടെ ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ശശിയേട്ടൻ ഒരു ഈസ്റ്റർ പ്രോഗ്രാം എനിക്ക് ഏഷ്യാനെറ്റിൽ തന്നു. അത് ഹോസ്റ്റ് ചെയ്തു. സോ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. സോ അതിനുശേഷം ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഒരു ഷോ മണിഫോൺ ചെയ്തു. പിന്നെ ലാസ്റ്റ് ചെയ്തത് സൈമ ഫിലിം അവാർഡ്സും നമ്മുടെ സി കേരളത്തിൽ ബോയിങ് ഷോ ആങ്കർ ചെയ്തു. ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡ്സിന്റെ റെഡ് കാർപ്പറ്റ് ചെയ്യുമായിരുന്നു. രണ്ട് ഡൗട്ടുകളുണ്ട്. കാര്യം ആസ് എ ആങ്കർ ഇപ്പൊ ഈ സൈമ അവാർഡ് ചെയ്യുമ്പോൾ മലയാളം കാറ്റഗറി വരുമ്പോൾ അതിൽ സൈമ അവാർഡ് ലൈവ് അല്ലായിരുന്നു. കാരണം സൈമ അവാർഡ് ശരിക്കും അത് ചെന്നൈയിൽ തന്നെ സൺ ടി വിയിൽ ഷൂട്ട് ചെയ്തതായിരുന്നു. സെയിം ലൈവ് സെറ്റിന്റെ സെയിം റിപ്ലിക്കേറ്റ് ഇവിടെ ചെയ്തു. അതിൽ ഞാൻ രഞ്ജിനി നിന്ന് അവർ തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മൾ അതുപോലെ പറയുക. പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട് ഓഫ് ക്യാമറ സ്റ്റേജ് ഡൈസും എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഓഡിയൻസ് ഉണ്ടാവില്ല. കാരണം ഇത് എല്ലാ ലാംഗ്വേജിലും എടുക്കുന്നത് കൊണ്ട് മലയാളം സൂര്യ ടി വിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോർഷൻസ് അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം കാണുന്ന ഓഡിയൻസ് വിചാരിക്കുന്നത്. പക്ഷെ രഞ്ജിനി അന്ന് അത് ദുബായിലായിരുന്നു. 2017 സൈമ അവാർഡ് സ്ഥലം ദുബായി ആയിരുന്നു. രഞ്ജിനി ദുബായി പോയി. അപ്പം അല്ലാതെ എനിക്ക് തോന്നുന്നു റെഡ് കാർപ്പറ്റും ബാക്കി രഞ്ജിനി ഹാൻഡിൽ ചെയ്തു. പക്ഷെ സ്റ്റേജ് വന്നിട്ട് ഇവിടെ സൂര്യ ടി വിക്ക് വേണ്ടി ടെലികാസ്റ്റ് ചെയ്തതിൽ ഞാൻ രഞ്ജിനി ആയിരുന്നു. അങ്ങനെയാണ് അതിനകത്ത് നമ്മൾ ക്യാമറ ക്രൂ മാത്രം വെച്ചിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഉഗ്ര ഉജ്ജ്വലം ചെയ്യുന്ന സമയത്ത് ഇപ്പം രജിഷ വിജയനോട് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പം രജിഷ വിജയൻ ഒരു വേറെ പാറ്റേൺ ആയി, ചേട്ടൻ വേറെ പാറ്റേണിലേക്ക് മാറി. എങ്കിൽ പോലും കോൺടാക്ട് ഉണ്ടോ? ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2-3 years ആയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ അതിന് മുന്നേ എപ്പോഴും കാരണം രജിഷയുടെ എൻ്റെയും ബർത്ത്ഡേ സെയിം ഡേ ആണ് ബർത്ത്ഡേ വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വിഷ് ചെയ്തു. പിന്നെ അല്ലാതെ എൻ്റെ കല്യാണ സമയത്ത് വിളിച്ച് സംസാരിച്ചിരുന്നു. ഇങ്ങനെ അല്ലാതെ ഇപ്പൊ റീസെന്റ് കുറച്ച് നാളായിട്ട് കോൺടാക്ട്സ് ഇല്ല. ഇപ്പൊ ഈ ഇൻഡസ്ട്രി ആയിട്ട് കുറെ നല്ല ബന്ധങ്ങളുണ്ട്, സിനിമയിലും സീരിയലായാലും. പക്ഷെ ചേട്ടൻ കുറച്ച് നാളുകൾക്കിടയിൽ എവിടെയോ മാറി മറിഞ്ഞ പോലെ, അല്ലെങ്കിൽ കാണാതെ പോയതായിരിക്കാം ഞാൻ, അല്ലെങ്കിൽ പലരും കാണാതെ പോയതായിരിക്കാം. അല്ല, സീരിയൽസിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ തൂവൽ സ്പർശം കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം ഞാൻ വർക്ക് ചെയ്തില്ല. 1.5 വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മോൻ ജനിച്ച സമയമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മോൻ ജനിച്ചിട്ട് അവൻ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ ജനിച്ച് കഴിഞ്ഞ ഉടൻ പോയി. ഇപ്പോൾ അവനൊരു 10-16 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ മൊത്തത്തിൽ അത് ഫാമിലി ഒന്ന് ബാധിച്ചു. അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ മോൻ ഓക്കെ ആയി. പിന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് അവൻ്റെ നൈമിങ് സെറമണിയൊക്കെ നടത്തിയത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ തിരിച്ച് ബാക്ക് ടു വീണ്ടും ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തത് ഫ്ലവേഴ്സിൽ സുഗമോ ദേവിയായിരുന്നു. സോ അതെനിക്ക് എടുത്തു പറയേണ്ടതായിരുന്നു. കാരണം വളരെ പറഞ്ഞത് നിങ്ങൾ ഇത്രയും നോട്ടീസ് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. 1.5 വർഷം. കാരണം ഞാൻ സജീവമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 13 വർഷത്തിനകത്ത് 1.5 വർഷം ആദ്യമായിട്ടാണ് ഞാനൊരു ബ്രേക്ക് ഉണ്ടായത്. ഞാൻ മൊത്തത്തിൽ മെന്റലി ഇച്ചിരി ഡൗൺ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഇത്ര നിങ്ങൾ നോട്ടീസ് ചെയ്ത് അറിഞ്ഞില്ല, മെന്റലി ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയോടും പറഞ്ഞു ഞാനൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വർക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര സപ്പോർട്ടായിരുന്നു വൈഫ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് ഓക്കെ ആയി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഡയറക്ടർ ഫൈസൽ അടിമാലി. അപ്പോൾ ഫൈസലിക്ക് ഞാനും തമ്മിൽ എനിക്ക് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് ഫൈസലിക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വിഷമ സമയങ്ങളിലും സന്തോഷ സമയത്തും എൻ്റെ കൂടെ വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് സാന്ത്വനത്തിൻ്റെ പ്രൊഡ്യൂസർ, സാന്ത്വനത്തിൻ്റെ ലൊക്കേഷനിലായിരിക്കുന്നത്. സാന്ത്വനത്തിൻ്റെ പ്രൊഡ്യൂസർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത അടുത്തടുത്ത 3 സീരിയൽ നായകനായിരുന്നു ഞാൻ. ആ 3 സീരിയൽ ഡയറക്റ്റ് ചെയ്ത് ഫൈസൽ അടിമാലിയാണ്. അപ്പോൾ ആ ഒരു ബന്ധം അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ കാര്യങ്ങൾ ആ ഒരു ഇഷ്ടം കൊണ്ട് അന്വേഷിക്കുക കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ഞാൻ എൻ്റെ സീരിയൽ ഫ്ലവേഴ്സിൽ സുഗമോ ദേവിയിൽ ഒരു ക്യാരക്ടർ ഞാൻ നിനക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ വന്ന് ജോയിൻ നീ ഒരു ബ്രേക്ക് എടുത്തിരിക്കൽ. അങ്ങനെ ഞാൻ സുഗമോ ദേവിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു വീക്ക് 2 വീക്ക് കഴിഞ്ഞ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പർവറ വർക്സിൻ്റെ കോഴ്സ് വന്നു. എനിക്ക് അതിനുശേഷം സൂര്യന്ന് വന്നു, പല ചാനലിൽ നിന്ന് വന്നു. പിന്നെ വന്നതാണ് മഴവിൽ മനോരമയിൽ കഥാനായിക എന്ന് പറഞ്ഞൊരു സീരിയൽ. അത് ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സാന്ത്വനത്തിൻ്റെ ഡിസ്കഷൻ വന്നത്. എനിക്ക് തോന്നുന്നതേ
ചേട്ടൻ ഫ്രെയിമിൽ കാണാൻ വേണ്ടി ഇരുന്നായിരിക്കും, ആൾക്കാർ കാത്തിരുന്നായിരിക്കും വിളിക്കാൻ അങ്ങനെയൊന്നുമില്ല, വേണ്ടി. അതൊക്കെ ചുമ്മാ ഇച്ചിരി പുള്ളിങ് ആയി പോയിട്ട്. പക്ഷെ ഞാനത് ഫൈസലിക്കോട് പറഞ്ഞു, അത് എനിക്ക് ഭയങ്കര ഒരു ഐശ്വര്യം തന്നെയായിരുന്നു ആ പ്രോജക്റ്റ്. കാരണം ഞാൻ ആ 1.5 വർഷം ബ്രേക്ക് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, സാറിന് നമ്മൾ ആൾക്കാർ മറക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ കുറച്ച് മറക്കും, പിന്നെ വീണ്ടും ആൾക്കാരൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളെ വീണ്ടും ആ ഒരു ഡേറ്റ വിളിക്കുന്നത്. പക്ഷേ എന്തോ ഫ്ലവേഴ്സിൽ വന്ന് ഈ ഫൈസലിക്കോട് പ്രോജക്റ്റ് ചെയ്തതും പർവറ കോൾസ് വന്നു. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഒരു സമയത്ത് ഒരു സീരിയൽ ചെയ്യുന്ന ഒരാളായിരുന്നു, ഈ 13 വർഷത്തിൽ ആദ്യമായിട്ടാണ് 3 സീരിയൽ ഒരു മാസത്തിൽ ഞാൻ എടുത്തത്. അങ്ങനെ എടുത്ത് പിന്നെ എനിക്ക് ഡേറ്റ് കുറച്ച് ഇഷ്യൂ വന്നിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ കഥാനായിക വർക്ക് വിട്ടത്. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ സാന്ത്വനവും ഫ്ലവേഴ്സിൽ സുഗമോദേവി നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ട ഫൈസലിക്കയുടെ ആ ഒരു സപ്പോർട്ടും. അതേപോലെ ഒരു ഗംഭീര ക്യാരക്ടറാണ് സുഗമോദേവിയിൽ പോകുന്നത്, പ്രകാശ് മേനോൻ എന്നൊരു ക്യാരക്ടർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട്, വളരെ പാവമായിട്ട്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട്, അച്ഛനെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മകനായിട്ട് സാന്ത്വനത്തിന് മൂത്ത മകനായിട്ട്. സാന്ത്വനത്തിന് തന്നെ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. അതിൽ തന്നെ ഇത് സീസൺ 1 തന്നെ നമുക്ക് പറയാം. പാർട്ട് 1 നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ്. ഈ പാർട്ട് 2 നല്ല രീതിയിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ, അത് എല്ലാവരും ഇരുന്നിട്ട് സ്വീകരിച്ചാണ്. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു, നമുക്ക് ഭയങ്കര ചലഞ്ചായിരുന്നു. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഡയറക്ടർ പെട്ടെന്നുള്ള ഒരു വിയോഗം, അതാണ് ആ സീരിയൽ നിൽക്കാനുള്ള കാരണം. അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് കേട്ടോ ഈ ഒരു കഥാപാത്രത്തിലേക്ക് വരാം. അതാ ഇങ്ങനെ ഒരു സീരിയലാണ് സാന്ത്വനം, നമ്മൾ പാർട്ട് 2 ആണ് എടുക്കുന്നത്. 1 എടുക്കുമ്പോൾ കുറേ ടാസ്കുകളുണ്ട്, ചേട്ടൻ പറഞ്ഞല്ലോ തന്നെ. ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്, പ്രൊഡ്യൂസർ ആയാലും ചിപ്പു ചേച്ചി, രഞ്ജിത്തേട്ടൻ. അപ്പോൾ ഈ ഒരു കോംബോ തന്നെ ഭയങ്കരമാണ് അതിനകത്ത്. അപ്പോൾ ഒരു ടാസ്ക് അല്ലായിരുന്നു കേട്ടോ ആ ടാസ്കല്ല, അത് ഈ ഒരു ഹോൾ ടീമിനും പ്രൊഡക്ഷനും ഒരു ഭയങ്കര ചാലഞ്ചായിരുന്നു. കാരണം എസ്പെഷ്യലി അടുത്ത് പറയുകയാണെങ്കിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു സീരിയൽ, ആ ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ നെയിം തന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തു. അപ്പോൾ സാധാരണ ഒരു സീരിയൽ കാണുന്ന ഒരു സാധാരണ നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു കമ്പാരിസൺ വരും. അതൊരു ഹിറ്റ് പ്രോജക്റ്റ്, അതിലെ കഥാപാത്രങ്ങൾ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തു, അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ ഇനി വരുന്ന പുതിയ കഥാപാത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, ഈ ടൈറ്റിൽ ഞങ്ങൾ എടുത്തത് കൊണ്ട് അതിൻ്റെ കുറേ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ടീസറും അല്ലെങ്കിൽ പ്രോമോ ഒക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ താഴെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കമൻസുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ലൊക്കേഷനിൽ പല ആർട്ടിസ്റ്റുകൾ പരസ്പരം പറയുന്നു, ഈ പേര് എടുക്കേണ്ടായിരുന്നു, ഈ പേര് കാരണം നമുക്ക് കുറച്ച് പ്രോബ്ലമായി. പക്ഷേ എന്തോ ചാനലിൻ്റെ ഒരു വിശ്വാസം, പ്രൊഡക്ഷൻ്റെ ഒരു വിശ്വാസം, ആ പേരെടുത്തു. പക്ഷേ റൈറ്റ് നോ നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്നു, നമ്മൾ ആ ഒരു ടോക്സിക് കമൻറ്റിനെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തു. ഇന്ന് സാന്ത്വനം ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്കും അവരുടെ വീട്ടിലേക്കും ഒരു അംഗമായി ഞങ്ങൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വരാൻ കാരണം അത് ആ ഒരു പ്രൊഡക്ഷൻ്റെ സപ്പോർട്ടും, അതുപോലെ അത് മേക്ക് ചെയ്യുന്ന ക്രാഫ്റ്റ്മാൻ്റെ കഴിവും തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കലി ആണെങ്കിലും ചാനലിൻ്റെ ആണെങ്കിലും ആ ഒരു ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു നെഗറ്റീവിൽ നിന്ന് അതിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര വിശ്വാസവും അതുപോലെ തന്നെ ഹാർഡ് വർക്കാണ്. അത് ഞാൻ പറയുന്നത് ഭയങ്കര ചലഞ്ചായിരുന്നു. പക്ഷെ അത് ഇന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു, ഞങ്ങളത് ബ്രേക്ക് ചെയ്തു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും തരുന്ന കമൻസും അതുപോലെ പഴയ സാന്ത്വനത്തിൽ നിന്ന് ഈ സാന്ത്വനം 2 വേർഷനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിൽ ഒരുപാട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇത്രയും നേരം കാര്യം സീൻ അവിടെ എടുത്തോണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിരിക്കുക. പ്രേക്ഷകരോട് എന്താ ചേട്ടാ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയുന്നത്, ഈ പറഞ്ഞ പോലെ 13 വർഷമായിട്ടുണ്ടെങ്കിലും ഐ ബിലീവ് ഞാൻ ഇന്നും ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റാണ്. സോ ഞങ്ങളൊക്കെ ബഡ്ഡിങ് ആയിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഊർജ്ജവും വേണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ എന്നെപ്പോലെ ഒരുപാട് ഇനി വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു മെൻറ്റേഴ്സിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിലോ ഒന്നുമല്ല. ഈ പറയുന്നത് ഞങ്ങളുടെ ഷോൾഡറിൽ, ഞങ്ങളുടെ കാലിൻ്റെ ബലത്തിൽ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ ആ ഒരു ഡ്രൈവിൽ നിങ്ങൾ കൂടെ ഉണ്ടാവുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വളരെ ജെന്യുവിനായിട്ട് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഒരു സൈബർ ഇടങ്ങളിൽ വരുന്ന കമൻസുകളൊക്കെ വളരെ ജെന്യുവിനല്ല, ടൈം പാസിങ്ങിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതെ വരുന്ന കമൻസുകളാണ്. അപ്പോൾ അതിൽ ഒന്നും പെടാതെ വളരെ ജെന്യുവിനായിട്ട് അഭിപ്രായങ്ങൾ പറയുക. അത് ഞങ്ങളുടെ അഭിനയത്തിലാണെങ്കിലും കഥയിലാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിനാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. തിരിച്ചും അതുപോലെ എല്ലാവരോടും ആ സ്നേഹം ഉണ്ടായിരിക്കും. ലവ് യു ആൾ.